നമുക്ക് ബാഗ് വേണ്ടി എനിക്ക് പുതിയ ബുക്കും ബാഗൊക്കെ വാങ്ങി തരുന്നുണ്ട്. കൊണ്ടാക്കും തരുന്നു. ഇപ്പൊ എല്ലാരും അമ്മ സഹായിച്ചിട്ട് മാറ്റി തരും. മാറ്റി തരും, എല്ലാരും സഹായിക്കട്ടോ. കൊച്ചിനെ കാര്യണ്ട, നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് സ്കൂളിൽ കണ്ടൊക്കെ തരുന്നു. സഹായിക്കണം, സഹായിക്കാതെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. 2 മക്കൾ യതീമാവാതിരിക്കാൻ വേണ്ടി, പ്രിയപ്പെട്ടവരെ, 2 പെൺകുട്ടികൾ യതീമാവാതിരിക്കാൻ വേണ്ടി അവരെ ബാപ്പയെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അതീവ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് ആരോ അറിയിച്ചിട്ടില്ലേ. ഇപ്പൊ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ കടൽ രോഗം ബാധിച്ചിട്ട് ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ തുടർ ചികിത്സക്കായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കണേ. ഭാര്യയും 2 കുട്ടികളാണ്. എൻ്റെ മക്കൾ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കൊതുക് തീർന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുകയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളടുത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമായി എന്നെ സഹായിക്കണം. മോൾ കരയണ്ട, മോള് കരയണ്ട. ഇപ്പൊ സുഖമായി വരും. മോള് കരയല്ലേ മോളെ. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ 42ാം ഡിവിഷൻ നല്ലളത്ത് താമസിക്കുന്ന പുളിക്കൽ തായത്ത് താമസിക്കുന്ന സാജു എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് അതീവ ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ബാധിച്ച് ഇന്ന് വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ആളുടെ അവസ്ഥയിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ആളുടെ ലിവർ മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയ അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ദിസ് ദ ബെസ്റ്റ് ടൈം ഫോർ ഹിം ടു ഗെറ്റ് ട്രാൻസ്പ്ലാന്റഡ്. പ്രിയപ്പെട്ട എല്ലാവരുടെയും സഹായങ്ങൾ സാജുവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായകരമായിട്ട് എന്നുള്ള പ്രാർത്ഥനയോടെ. എന്തുണ്ടെങ്കിൽ നമ്മൾ ഇവനോടാണ് പറയല്. ഇവനാണ് ഇവൻ്റെ രോഗമാണെന്ന് പറഞ്ഞതും മുണ്ടിയതും ഇല്ല. ഇപ്പോഴാണ് അധികമായത്. ഇപ്പോഴാണ് ആൾക്കാരെ ഇടയിൽ കൈ നീട്ടേണ്ടി വന്നത്. അതുകൊണ്ടത് കണ്ടിട്ട് എല്ലാവരും സഹായിക്കണമെന്ന്. ഇത് കണ്ടിട്ട് സഹായിക്കുക. എന്താ പെൺകുട്ടികളാണ്. അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ പാപ്പയാണ്ടാക്കരുത്. എല്ലാവരും സഹായിക്കും. സങ്കടം എന്ന് പറയുന്നത് തനിക്ക് കരൾ രോഗമാണെന്ന് പറയാൻ പോലും കുടുംബത്തിനോട് പങ്കുവെക്കാൻ മനസ്സില്ലാതെ, പണം ആവശ്യമാണ്, വലിയ ലക്ഷ്യങ്ങൾ ആവശ്യമാണ്, തൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവന്റെ മുമ്പിൽ പറയാനുള്ള മടി കൊണ്ട് രോഗം മറച്ചുവെച്ച ഈ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. നിങ്ങൾക്കറിയോ, 2 മക്കളാണ് പ്രിയപ്പെട്ടവരെ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ ഷഹാന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളും മിടുക്കിയായി നല്ലളം സ്കൂളിൽ പഠിക്കുന്ന ഫാത്തിമ ഷഹല എന്ന് പറയുന്ന പ്രിയപ്പെട്ട 2 മക്കളാണ്. ആ മക്കളുടെ ആകെയുള്ള അത്താണിയാണ് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നും ജോലിക്ക് പോവാൻ സാധിക്കില്ല, ഒന്ന് കുനിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പണിയെടുക്കാൻ പോലും സാധിക്കാത്തത് കൊണ്ട് വീട്ടിൽ ചെറിയ ഇലക്ട്രിക്കൽ ചെറിയ അയൺ ബോക്സ് എന്തെങ്കിലുമൊക്കെ ആളുകൾ നന്നാക്കാൻ വരുമ്പോൾ അതിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇവർ ജീവിത മാർഗമായിട്ട് കാണുന്നത്. എൻ്റെ വ്യാപ്പക്ക് എല്ലാവരും വേണ്ടി സഹായിക്കണം. വ്യാപ്പക്ക് രോഗം വന്നിട്ട് ഒന്നും ഞാൻ പ്രായമില്ല, അച്ഛനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെക്കൊണ്ട് എല്ലാവർക്കും കൂടെ കഴിയണം, എല്ലാവരും സഹായിക്കണം. മക്കളെ വായ്പകൾ തിരിച്ചു വരും, എല്ലാവരും സഹായിക്കും നമ്മള്. അസ്സലാമു അലൈക്കും. എൻ്റെ ഉപ്പക്ക് സുഖമായിട്ട് ആർക്കും എല്ലാവരും നമ്മളെ സഹായിക്കണം.
എനിക്കൊരു അനിയത്തിയാണുള്ളത്. എനിക്കൊന്നും പിന്നെ ആരും ഉണ്ടാവില്ല, നമ്മൾ അനാഥകളായി പോവും. 2 മക്കളുടെ പിതാവാണ്. സാജുവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാട് ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ചികിത്സിക്കാൻ വലിയ നിലയിൽ സഹായം ആവശ്യമുണ്ട്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുകയാണ്. ഇതിൽ എല്ലാ നിലയിലുമുള്ള സഹായം സാജുവിന് വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുക. പറയാനുള്ളൂ, നെല്ലളത്തുള്ള പ്രിയപ്പെട്ട ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. 50 ലക്ഷം രൂപ എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കില്ലായിരുന്നു. 2 മക്കളുണ്ട്, ചെറിയ മക്കൾ. അപ്പോൾ സാജുവിനെ സഹായിക്കുമ്പം ആ മക്കളെയും കൂടി സഹായിക്കുന്നത് പോലെയാണ്. സാജു ചികിത്സാ സഹായ കമ്മിറ്റിൻ്റെ ചെയർമാനാണ്. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണം. ആ അഡ്മിറ്റാക്കി ബാക്കിയുള്ള ചികിത്സ നടത്താനുള്ളതാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പരമാവധി ചെറിയ സംഖ്യയെങ്കിലും ചെറിയ വരെ ഞാൻ 40-ാം ഡിവിഷൻ കൗൺസിലർ റഫീന അൻവർ സാജുവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സാജു ചികിത്സാ ഫണ്ടിലേക്ക് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി. ഞാൻ 41-ാം ഡിവിഷൻ കൗൺസിലറാണ് അജീബ ഷമീൽ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥമാക്കരുതെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. 2 പെൺമക്കളെ എല്ലാവരും എന്നെ സഹായിക്കണം. നമുക്ക് ഒരു ആശ്രയമുള്ള പോലാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും മാപ്പിളയൊക്കെ മരിച്ചതാണ്. അനിയത്തിൻ്റെ ഭർത്താവ് മരിച്ചതാണ്. 4 പെങ്ങന്മാരെ നോക്കണം അവനാണ്. അവൻ്റെ രോഗം വരെ മറിച്ച് വെച്ചെന്നു നമ്മളോട് വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും എൻ്റെ ആങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഞങ്ങൾക്ക് അതോ ഉള്ളൊരു ആശ്രയം. നിങ്ങൾ കയ്യുടെ സഹായം എല്ലാവരും. ഈ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ്. ഇവിടെ ആ കുടുംബത്തിൻ്റെ ആ കണ്ണീര് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ സാജുവിനെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. വീഡിയോ കാണുന്ന കേരളത്തിലെ വ്യാപാരികളെ, നിങ്ങൾ ഈ വീഡിയോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ ഈ സഹോദരനെ സഹായിക്കണം. കാരണം ഇത്രയും കാലം തൻ്റെ അസുഖം പോലും മറച്ചുവെച്ച ആ സാജു തൊട്ടടുത്ത കുടുംബാംഗങ്ങളോട് പോലും ഈ രോഗവിവരം മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. ഈ സാജു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കൺവീനറാണ്. എൻ്റെ ചുറ്റും എല്ലാവരും ഈ നാട്ടുകാർ മൊത്തം ഇങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമുള്ള ആളുകളാണ്. അവൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടി സഹായം ചെയ്യണം. ഇനിയും ജീവിക്കാനുള്ള അവസരം നമ്മളെ കയ്യിലാണുള്ളത്. നമ്മൾ സാധിപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം. വെച്ചിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സജറാത്തിൻ്റെ പ്രിയപ്പെട്ട സാജുവിൻ്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പറും സാജുവിൻ്റെ പേരിലുള്ള ഗൂഗിൾ പേ നമ്പറുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പൈസ അയക്കുന്ന ആളുകൾ പരമാവധി മെയിൻ അക്കൗണ്ടിലേക്ക് അയക്കാൻ ശ്രമിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സഹായിക്കണേ, അള്ളാഹുവിനെ ഓർത്ത് കൊടുക്കണേ, നിങ്ങൾ ഏറ്റെടുക്കണേ പ്രിയപ്പെട്ടവരെ.